നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. KHNA സിൽവർ ജൂബിലി കൺവെൻഷൻ സ്വച്ഛം സുന്ദരം വൈവിധ്യപൂർണ്ണം. സത്യൻ അന്തിക്കാട് മോഹൻലാൽ ടീമിന്റെ ഹൃദയപൂർവ്വം ട്വീറ്റുകളിലേക്ക്. ട്രോഫികൾ കാനഡയ്ക്ക്. വടംവലി മത്സരത്തിൽ ഗ്ലാഡിയേറ്റേഴ്സ് വിജയ കിരീടം ചൂടി. കോട്ടയം ബ്രദേഴ്സ് റണ്ണറപ്പ്. IOC പെൻസിൽവാനിയ ചാപ്റ്റർ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP, പന്തളം ബാലൻ, സുനീഷ് വാരനാട്, ജോസ് കുന്നേൽ എന്നിവർക്ക് ആദരം. അമേരിക്കൻ കൊച്ചിൻ കൂട്ടായ്മ സെപ്റ്റംബർ 7-ന്. വാർത്തകൾ വിശദമായി. സനാതന ധർമ്മം പ്രചരണാർത്ഥം 2.5 പതിറ്റാണ്ടായി വടക്കേ അമേരിക്കയിലും കാനഡയിലും പ്രവർത്തിച്ചു വരുന്ന കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ രജത ജൂബിലി ആഘോഷങ്ങളും ലോക ഹൈന്ദവ സമ്മേളനവും വൻ വിജയമാക്കി തീർത്തതിന് പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ള ഏവരോടും നന്ദി അറിയിച്ചു. MGM റിസോർട്ട് ഇന്റർനാഷണലിലാണ് ഓഗസ്റ്റ് 17 മുതൽ 19 വരെ ഈ ത്രിദിന മാമാങ്കം അരങ്ങേറിയത്. ജനറൽ സെക്രട്ടറി മധു ചെറിയടത്ത്, ട്രഷറർ രഘുവരൻ നായർ, കൺവെൻഷൻ ചെയർ സുനിൽ പൈങ്കോൽ, മറ്റംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ വൈവിധ്യമാർന്ന ഒട്ടേറെ പരിപാടികൾ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും T. ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലെ ഭരണസമിതിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നുവെന്നും നിഷാപിള്ള അറിയിച്ചു. ഹൈന്ദവ ആചാര്യന്മാർ, സാംസ്കാരിക നായകന്മാർ, കലാസാഹിത്യ, മാധ്യമ, ബിസിനസ് രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ കൺവെൻഷനിൽ 500-ൽ പരം കുടുംബങ്ങളിൽ നിന്ന് 2000-ൽ പരം അംഗങ്ങൾ വിരാട് 25 എന്ന പതാകയ്ക്ക് കീഴിൽ അണിനിരന്നുകൊണ്ടാണ് കൺവെൻഷൻ ആരംഭിച്ചത്. രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്ക് പുറമെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക രംഗങ്ങളിൽ നിന്നുള്ള 25ഓളം വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു. മീനാക്ഷി ലേഖി, ജഡ്ജ് രാജരാജേശ്വരി, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അമേരിക്കൻ ഏഷ്യൻ അഫയേഴ്സ് ഓഫ് ന്യൂയോർക്ക് സിബു നായർ, J. നന്ദകുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങിയവർ വേദിയെ ധന്യമാക്കി. അമൃതാനന്ദമയി അമ്മ ഓൺലൈനായി കൺവെൻഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാമി അമൃതസ്വരൂപാനന്ദപുരി ആചാര്യോപദേശം നൽകി. കേരളത്തിന്റെ തനത് കലകൾ അമേരിക്കയിലേക്ക് അക്ഷരാർത്ഥത്തിൽ പറിച്ചു നടുക എന്ന ഉദ്ദേശത്തോടെ നിരവധി പ്രോഗ്രാമുകളാണ് കണ്ണൂരുള്ള ഫോക്ക് ലാൻഡ് ഇന്റർനാഷണൽ എന്ന ടീം അവതരിപ്പിച്ചത്. കളരിപ്പയറ്റ്, ഗുരുവായൂർ ഉറിയടി, കാവിലാട്ടം, തെയ്യം, ഗരുഡൻ പറവ എന്നിങ്ങനെ നിരവധി വ്യത്യസ്ത പരിപാടികൾ കാണികൾക്ക് വേറിട്ട അനുഭവമായി. കഥകളി, മേളം പോലുള്ള ക്ഷേത്രകലകൾക്കും പ്രാധാന്യം നൽകിയത് പ്രശംസ പിടിച്ചുപറ്റി. 100 പേരുടെ താലപ്പൊലിയും മുത്തുകുടയുമൊക്കെയായി നാട്ടിലെ പൂരത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഘോഷയാത്രയും കണ്ണുകളെ കുളിരണിയിച്ചു. KHNA പ്രസിഡന്റ് ഡോക്ടർ നിഷ പിള്ളയും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന് ആചാര്യമര്യാദകൾ പാലിച്ചുകൊണ്ട് ആചാര്യന്മാരെ സ്വീകരിച്ചു. സ്ഥാപക നേതാക്കളെയും മുൻ പ്രസിഡന്റുമാരെയും വേദിയിൽ ആദരിച്ചു. തുടർന്ന് പ്രച്ഛന്നവേഷ മത്സരവും മെഗാ തിരുവാതിരയും അരങ്ങേറി. വിരാട് എന്ന തീമിൽ അധിഷ്ഠിതമായ സമഷ്ടി എന്ന നൃത്തനാടകവും ചലച്ചിത്രതാരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ കാശി എന്ന നൃത്തപ്രകടനവും കലാസ്വാദകരെ ഹരം കൊള്ളിച്ചു. സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയുടെ സത്സംഗ, സ്വാമി ചിദാനന്ദപുരി ആചാര്യോപദേശം, ആറ്റുകാൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ സർവ ഐശ്വര്യ പൂജ, ലളിതാ സഹസ്രനാമം, 3 കോടി മന്ത്രാർച്ചന സമർപ്പണം എന്നിവ സംഘടനയിലെ ഓരോ അംഗങ്ങളിലും സനാതനധർമ്മത്തിന്റെ ശക്തി ഊട്ടിയുറപ്പിച്ചു. യൂത്ത് ഫോർ ട്രൂത്ത് എന്ന പേരിൽ വിശിഷ്ടാതിഥികളും യുവാക്കളുമായുള്ള ചോദ്യോത്തര സെഷൻ, ലോലിപോപ്സ് വണ്ടർ എന്ന പേരിൽ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് ആചാര്യന്മാർ മറുപടി കൊടുക്കുന്ന സെഷൻ, അരങ്ങ് യൂത്ത് ഫെസ്റ്റിവൽ, മാധ്യമ സെമിനാർ, യൂത്ത് ഫോറത്തിന്റെ കായിക പരിപാടി, ബിസിനസ് സെമിനാർ, രമേശ് നാരായണനും മധുശ്രീയും അവതരിപ്പിക്കുന്ന മൃദുമൽഹാർ എന്ന ഹിന്ദുസ്ഥാനി സംഗീത പരിപാടി, മാധ്യമ സെമിനാറിൽ 24 ന്യൂസ്, മലയാളി, ജന്മഭൂമി എന്നിങ്ങനെ പ്രമുഖ മാധ്യമ പ്രതിനിധികൾക്കൊപ്പം അമേരിക്കയിലെ മലയാളികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇലക്ടഡ് ഒഫീഷ്യലായ പ്രീനു നായരും പങ്കെടുത്തു. കാലിഫോർണിയ ടീമിന്റെ ഛായാമുഖി, മിഷിഗൺ ടീമിന്റെ കാളിയൻ ചാത്തൻ എന്നീ പരിപാടികളും കൺവെൻഷനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. സംവിധായകൻ ഹരിഹരന്റെ നേതൃത്വത്തിലുള്ള സെലിബ്രിറ്റി നൈറ്റിൽ നരേൻ, ശാന്തികൃഷ്ണ, അഭിലാഷ് പിള്ള തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. യൂത്ത് DJ നൈറ്റ് ആയിരുന്നു മറ്റൊരു ആകർഷണം. യോഗ, പൂജ, ഭജൻ, ഭക്തിമഞ്ജരി, മെഗാ മോഹിനിയാട്ടം, സ്ത്രീശക്തിയെ അടിസ്ഥാനമാക്കിയുള്ള ഫാഷൻ ഷോ, ലീല, സൗത്ത് ഫ്ലോറിഡ ടീമിന്റെ വൈശാലി, മാട്രിമോണിയൽ നെറ്റ്വർക്കിംഗ്, ജാനകി രംഗരാജന്റെ ഭരതനാട്യം, ലിറ്റററി ഫോറം, ഹെൽത്ത് സെമിനാർ, പ്രൊഫഷണൽ ഫോറം, തനിമ, സൂംബ ഡാൻസ് തുടങ്ങി ഒട്ടേറെ പരിപാടികൾ 2ാം ദിവസവും 3ാം ദിവസവുമായി അരങ്ങേറി. 1500 പേർക്ക് ഇലയിൽ വിളമ്പിയ പഴയിടം സ്പെഷ്യൽ സദ്യയും മനം കവർന്നു. സമാപന സമ്മേളനത്തിന് ശേഷം അകം ബാൻഡ് അവതരിപ്പിച്ച പ്രത്യേക പരിപാടി യുവാക്കളെ ഇളക്കിമറിച്ചു.
പാട്ടിനൊത്ത് അവരെക്കൊണ്ട് നൃത്തച്ചുവടുകൾ വെപ്പിക്കാൻ സാധിച്ചതും KHNAക്ക് നവ്യാനുഭവമായി. രജത ജൂബിലി വർഷം തന്റെ സാരഥ്യത്തിൽ സംഘടനയിൽ യുവാക്കളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം പാലിക്കാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് സമാപന സമ്മേളനത്തിലെ ഹൃദയനിർഭരമായ പ്രസംഗത്തിൽ ഡോക്ടർ നിഷ പിള്ള പറഞ്ഞു. നേതൃസ്ഥാനത്തേക്ക് കൂടുതൽ യുവാക്കൾ കടന്നുവരുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇതുതന്നെയായിരുന്നു അധികാരമേൽക്കുമ്പോൾ താൻ ആഗ്രഹിച്ചിരുന്നതെന്നും നിറഞ്ഞ മനസ്സോടെയാണ് പടിയിറക്കമെന്നും അവർ കൂട്ടിച്ചേർത്തു. സംഘടനയെ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ പുതിയ ടീമിന് എല്ലാവിധ ആശംസകളും നേർന്നു. കൺവെൻഷനിൽ പങ്കെടുത്തവർ ബാബ്സ് ക്ഷേത്രത്തിലേക്ക് ഒരു യാത്രയും നടത്തി. ശാന്തവും സ്വച്ഛവുമായ ഒരു പിടി ഓർമ്മകളുമായി മടങ്ങി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് സത്യൻ അന്തിക്കാട് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഓണം ആഘോഷമാക്കാൻ പറ്റും വിധം ആഗസ്റ്റ് 28-ന് ചിത്രം പ്രദർശനത്തിനെത്തും. മലയാള സിനിമ പ്രേക്ഷകർക്കിടയിലെ ഏറെ കൗതുകമുള്ള കൂട്ടുകെട്ടാണ് സത്യൻ അന്തിക്കാട് മോഹൻലാലിൻ്റേത്. ആ പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കാനുള്ള എല്ലാ ചേരുവകളും കോർത്തിണക്കി തന്നെയാണ് ഈ ചിത്രത്തിന്റെ അവതരണം. പൂനെയുടെ പശ്ചാത്തലത്തിൽ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയെ പ്രധാനമായും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ കഥാപുരോഗതി. പരിമിതമായ കഥാപാത്രങ്ങളിലൂടെ ഹൃദ്യമായ ഒരു കഥ മനോഹരമായ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ബന്ധങ്ങളുടെ കെട്ടുറപ്പ് വളരെ പ്ലസന്റായി അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെയെന്ന് സംവിധായകനായ സത്യൻ അന്തിക്കാട് പറഞ്ഞു. മാളവിക മോഹനും സംഗീതയുമാണ് ചിത്രത്തിലെ നായികമാർ. വക്കീലിനോട് എനിക്ക് വല്ലാത്ത റെസ്പെക്റ്റാണ്. സംഗീത് പ്രതാപ്, ലാലു അലക്സ്, സിദ്ദിഖ്, ബാബുരാജ്, സബിത ആനന്ദ് എന്നിവരും പ്രധാന താരങ്ങളാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. റോക്ക്ലൻഡ് കൗണ്ടിയിലേക്ക് ഉത്സവമായി മാറിയ അന്താരാഷ്ട്ര വടംവലി മാമാങ്കത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടി കാനഡയിൽ നിന്നുള്ള ടീമുകൾ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. വിജയ കിരീടം നേടിയ ഗ്ലാഡിയേറ്റേഴ്സ് കാനഡ റോബർട്ട് അരീച്ചിറ സ്പോൺസർ ചെയ്ത $501 ഉലഹന്നാൻ അരീച്ചിറ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും കരസ്ഥമാക്കി. റണ്ണേഴ്സ് അപ്പായ കോട്ടയം ബ്രദേഴ്സ് കാനഡ റോയ് മറ്റപ്പള്ളിൽ സ്പോൺസർ ചെയ്ത $3001 ട്രോഫിയും നേടി. 3-ാം സ്ഥാനത്ത് വന്ന KBC ബ്ലാക്ക് കാനഡയ്ക്ക് മൂപ്രാപ്പള്ളിൽ ബ്രദേഴ്സ് സ്പോൺസർ ചെയ്ത $2001 ട്രോഫിയും ലഭിച്ചു. അമേരിക്കയ്ക്ക് ലഭിച്ച ആശ്വാസ വിജയം ഹ്യൂസ്റ്റൺ ബ്രദേഴ്സിന് ലഭിച്ച 4-ാം സമ്മാനമാണ്. തോമസ് നൈനാൻ സ്പോൺസർ ചെയ്ത $1001 ട്രോഫിയും അവർക്ക് ലഭിച്ചു. കാലിൻ്റെയും കൈയുടെയും അപാരശക്തി പ്രകടമാകുന്ന വടംവലി മത്സരത്തിന് ഭൗതികമായ വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും കാണികളായി എത്തിയ ആബാലവൃദ്ധം ജനങ്ങളുടെ ആവേശവും പ്രോത്സാഹനവും മത്സരം നടന്ന ജ്ഞാനായ സെന്റർ അക്ഷരാർത്ഥത്തിൽ ഉത്സവപ്പറമ്പാക്കി. ഉച്ചയ്ക്ക് ആരംഭിച്ച മത്സരങ്ങൾ രാത്രി 10 മണിയോടെ സമാപിക്കുന്നതുവരെ ആവേശപൂർവ്വം ജനവും പങ്കെടുത്തു. നാട്ടിൽ ഓണക്കാലത്ത് മാത്രം ചുരുക്കമായി കാണപ്പെടുകയും എന്നാൽ രാഷ്ട്രീയ രംഗത്ത് സ്ഥിരം പരിപാടിയുമായ വടംവലി ഒരു വൻകിട സ്പോർട്സായി അമേരിക്കയിൽ മാറിയിട്ടുണ്ട് എന്നാണ് ന്യൂയോർക്ക് സോഷ്യൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ 2ാമത് ആഗോളതല മത്സരം തെളിയിക്കുന്നത്. ഹ്യൂസ്റ്റണിലും ഷിക്കാഗോയിലുമെല്ലാം വമ്പിച്ച കായിക മാമാങ്കമായി മാറിയ വടംവലി പ്രവാസഭൂമിയിൽ ആവേശമായി തുടരുമെന്ന് ഉറപ്പ്. ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, സെക്രട്ടറി ബൈജു വർഗീസ്, ട്രഷറർ സിജിൽ പാലക്കലോടി, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ, അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായി ബിജു തോണിക്കടവിൽ, മാത്യു വർഗീസ്, സെക്രട്ടറി സ്ഥാനാർത്ഥി അനൂസ് കറിയ, വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കോശി എന്നിവരുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കാനഡയ്ക്ക് പുറമെ UK, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നും അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും ടീമുകൾ മത്സരത്തിനെത്തി. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, മാണി സി കാപ്പൻ MLA, ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റർ ബിൽ വെബർ, റോക്ക്ലൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോൾ തുടങ്ങിയവരും പങ്കെടുത്തു. വടംവലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിവലും ഏറെ പുതുമയായി. വയലിൻ വിദ്വാൻ യദു കൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ ഫ്യൂഷൻ ഷോ, ട്രൈ സ്റ്റേറ്റ് അക്കാദമിയുടെ ഡാൻസ്, ന്യൂയോർക്ക് സോഷ്യൽ ക്ലബ് മെമ്പേഴ്സിന്റെ ഡാൻസ്, ലോങ് ഐലൻഡ് താളലയം അണിയിച്ചൊരുക്കിയ ചെണ്ട ശിങ്കാരിമേളം തുടങ്ങിയവയും കളിക്കളത്തിന് ചാരുത പകർന്നു. മത്സരത്തിന്റെ മെഗാ സ്പോൺസർ ജിതിൻ വർഗീസ് സെഞ്ചുറി 21 റോയലാണ്. മത്സരം KVTV
കേരള വോയിസ് തത്സമയം സംപ്രേഷണം ചെയ്തതിനാൽ ലോകമെങ്ങും നിരവധി പേർക്ക് വിദൂരത്തുനിന്ന് തന്നെ മത്സരം കാണുവാനായി. ന്യൂയോർക്ക് സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് റോയ് മാറ്റപ്പള്ളിൽ, വൈസ് പ്രസിഡന്റ് സാജൻ കുഴിപ്പറമ്പിൽ, സെക്രട്ടറി ജിമ്മി പൂഴിക്കുന്നേൽ, ജോയിന്റ് സെക്രട്ടറി ഷിബു എബ്രഹാം, ട്രഷറർ ജോസുകുട്ടി പൊട്ടംകുഴി, PRO സിജു ചെരുവൻകാല എന്നിവരും ബോർഡ് മെമ്പേഴ്സായി നിബു ജേക്കബ്, ബിജു മുപ്രാപ്പിള്ളിൽ, ജോയൽ വിശകന്ധര, മനു അരയന്താനത്ത് എന്നിവർ നേതൃത്വം നൽകി. 5ാം സമ്മാനം ബെർണി മുല്ലപ്പള്ളി സ്പോൺസർ ചെയ്ത $501 ട്രോഫിയും, 6ാം സമ്മാനം ഫ്രണ്ട്സ് മ്യൂസിക് കമ്പനി നൽകുന്ന $501 ട്രോഫിയും, 7ാം സമ്മാനം ലെക്സ് ഡിസൈൻസ് ആൻഡ് ഡെക്കർ സ്പോൺസർ ചെയ്ത $501 ട്രോഫിയും, 8ാം സമ്മാനം ഗ്ലോബൽ കൊലീസോൺ ന്യൂയോർക്ക് സ്പോൺസർ ചെയ്ത $501 ട്രോഫിയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പെൻസിൽവാനിയ ഘടകം സംഘടിപ്പിച്ച 79ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രശസ്ത മലയാളം പിന്നണി ഗായകൻ പന്തളം ബാലൻ, സുനീഷ് വാരനാട്, അറ്റോർണി ജോസ് കുന്നേൽ എന്നിവർക്ക് ആദരവർപ്പിക്കുകയുണ്ടായി. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പെൻസിൽവാനിയ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ഈപ്പൻ ഡാനിയൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്ക് പൊന്നാട അണിയിക്കുകയും ചാപ്റ്റർ ചെയർമാൻ സാബൂസ്കറിയ ഫലകം സമ്മാനിക്കുകയും ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ ഏറെക്കാലമായി സജീവമായ രാജ്മോഹൻ ഉണ്ണിത്താൻ 2019 മുതൽ കാസർഗോഡ് MPയാണ്. KPCC സെക്രട്ടറിയായും KPCC വക്താവായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ എതിരാളിയെ 40,438 വോട്ടിന് പരാജയപ്പെടുത്തി കാസർഗോഡ് നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 2024 1,01,523 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം കൈവരിച്ചത്. പൊതുസംവാദങ്ങളിലും ടെലിവിഷൻ സംവാദങ്ങളിലും കുറിക്കുകൊള്ളുന്ന മറുപടിയും മൂർച്ചയുള്ള പ്രതികരണങ്ങളുമായി ശ്രദ്ധിക്കപ്പെടുന്ന നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. നിരവധി മലയാള സിനിമകളിൽ പിന്നണി ഗാനം ആലപിച്ചിട്ടുള്ള പന്തളം ബാലൻ ദേവരാജൻ മാസ്റ്റർ അവാർഡ്, ബ്രഹ്മാനന്ദൻ പുരസ്കാരം, വയലാർ പുരസ്കാരം, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്നിവയ്ക്ക് പുറമെ 8000 ഗാനമേള വേദി തികച്ചതിനുള്ള സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ആദരവും നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പെൻസിൽവാനിയയ്ക്ക് വേണ്ടി ട്രഷറർ ഫിലിപ്പോസ് ചെറിയാൻ ശ്രീ പന്തളം ബാലന് പൊന്നാട അണിയിക്കുകയും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഫലകം സമ്മാനിക്കുകയും ചെയ്തു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ് സുനീഷ് വാരനാട്. ഗോഡ്ഫാദർ, റാംജിറാവ് സ്പീക്കിംഗ് പോലെ നിരവധി സിനിമകളിലും ബഡായി ബംഗ്ലാവ്, പൊളിട്രിക്സ് ഉൾപ്പെടെയുള്ള നിരവധി ടെലിവിഷൻ ഷോകളിൽ സ്ക്രിപ്റ്റ് റൈറ്ററായും ശോഭിച്ചിട്ടുള്ള അദ്ദേഹം മികച്ച സ്റ്റാൻഡപ്പ് കൊമേഡിയനായി ജനപ്രീതി നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് പെൻസിൽവാനിയയ്ക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് കുര്യൻ രാജൻ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പെൻസിൽവാനിയയിലെ പ്രശസ്ത അറ്റോർണിയായ ജോസ് കുന്നേൽ മികച്ച അഭിഭാഷകനും നിരവധി പ്രസ്ഥാനങ്ങളുടെ സപ്പോർട്ടറുമാണ്. ഫിലിപ്പോസ് ചെറിയാൻ അദ്ദേഹത്തിനു വേണ്ടി ഫലകം ഏറ്റുവാങ്ങി. പരിപാടിയോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി നടന്ന നറുക്കെടുപ്പിൽ സമ്മാനങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിതരണം ചെയ്തു. 1ാം സമ്മാനമായി ഗ്ലോബൽ ട്രാവൽ സ്പോൺസർ ചെയ്ത ഇന്ത്യയിലേക്കുള്ള എയർ ടിക്കറ്റ് വർഗീസ് ഇലഞ്ഞിമറ്റത്തിന് ലഭിച്ചു. പെപ്പർ പാലസ് സ്പോൺസർ ചെയ്ത 2ാം സമ്മാനം നൈനൻ മത്തായിക്കും, അലക്സ് തോമസ് ന്യൂയോർക്ക് ലൈഫ് സ്പോൺസർ ചെയ്ത 3ാം സമ്മാനം മനോജ് ലാമണ്ണിലിനുമാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. അലുമിനി അസോസിയേഷൻ ഓഫ് സേക്രഡ് ഹാർട്ട് കോളേജ് ആൻഡ് അമേരിക്കൻ കൊച്ചിൻ ക്ലബ്ബ് ഷിക്കാഗോ സംയുക്തമായി സംഘടിപ്പിക്കുന്ന അമേരിക്കൻ കൊച്ചിൻ കൂട്ടായ്മ സെപ്റ്റംബർ 7 ഞായറാഴ്ച നടക്കും. പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. തേവര SH മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ പാലക്കാപ്പള്ളിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2025 സെപ്റ്റംബർ 7 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് 4 പോയിന്റ് ഷെറാട്ടൺ 2200 സൗത്ത് എൽംഹേഴ്സ്റ്റ് റോഡ്, മൗത്ത് പ്രോസ്പെക്ട്, ഇല്ലനോയ്സിൽ വെച്ചാണ് പരിപാടി അരങ്ങേറുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രസിഡന്റ് ഹെറാൾഡ് ഫിഗുരേദോ, സെക്രട്ടറി അലൻ ജോർജ് എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.